നിങ്ങൾക്കും ഇതുപോലെ വൈഡർ ആൻഡ് റൗണ്ട് ഷോൾഡർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഷോൾഡറുടെ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഷോൾഡറിന്റെ ഭൂരിഭാഗം ആൾക്കാരും ആദ്യം തന്നെ ഫ്രണ്ട് ഡെൽറ്റിനായിട്ട് ഒരു പ്രസിംഗ് വേരിയേഷൻ കൊടുത്ത് അവിടെ തന്നെ അവരുടെ മാക്സിമം എനർജി ഡ്രെയിൻ ആവും. അത് നെക്സ്റ്റ് സെറ്റ് പെർഫോം ചെയ്യാനുള്ള എനർജി അവരിന് കാണില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ലാറ്ററൽ റൈസ് പെർഫോം ചെയ്യും. നമ്മുടെ ഷോൾഡർ വൈഡറായി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യണ മസിലാണ് ലാറ്ററൽ ഡെൽറ്റോയിഡ്, അതായത് സൈഡ് ഡെൽറ്റ്. 8 to 10 റെപ്പിൽ ഫെയിലിയർ ആവുന്ന വെയിറ്റ് ചൂസ് ചെയ്ത് പ്രോപ്പർ ഫോമിൽ ചെയ്യാൻ ശ്രമിക്കുക. ഫോം മിസ്സായാൽ അവിടെ ട്രാപ്സ് എൻഗേജ്മെന്റ് ആയിരിക്കും കൂടുതൽ. ആ സെറ്റ് ഫെയിലിയർ ആയതും അപ്പൊ തന്നെ വെയിറ്റ് ഡ്രോപ്പ് ചെയ്ത് മാക്സിമം ഫെയിലിയർ ആകുന്നവരെ പുഷ് ചെയ്യുക. ലാറ്ററൽ റൈസ് 3 സെറ്റാണ് ചെയ്യുക. 3 സെറ്റും ഡ്രോപ്പ് സെറ്റ് ആയിരിക്കും. സെക്കൻഡ് വർക്കൗട്ട് ഡംബൽ പ്രസ് പെർഫോം ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ ബെഞ്ച് 90 ഡിഗ്രിയിൽ കൂടുതൽ വെക്കുക. ഞാനിവിടെ അറൌണ്ട് 110 ഡിഗ്രിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൽ പെർഫോം ചെയ്യുമ്പോഴാണ് എന്റെ ആന്റീരിയർ ഡെൽറ്റ്, അതായത് ഫ്രണ്ട് ഡെൽറ്റ് കൂടുതൽ എൻഗേജ് ആണ് ഫീൽ. ഇതിലും ഹെവിയർ വെയിറ്റ് യൂസ് ചെയ്ത് 8 to 10 റെപ്പ് പുഷ് ചെയ്യുക. ടോട്ടലി 3 സെറ്റ് പെർഫോം ചെയ്യുക. ദെൻ ലാസ്റ്റ് വർക്കൗട്ട് പോസ്റ്റീരിയർ ഡെൽറ്റ്, അതായത് റയർ ഡെൽറ്റ് ആണ് ഇവിടെ നമ്മൾ ട്രെയിൻ ചെയ്യണത്. ഞാനിവിടെ റിവേഴ്സ് പെക്ക് ഡെക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് റിവേഴ്സ് ഡംബിൾ ഫ്ലൈ ചെയ്താലും മതിയാവും. ഇവിടെ നമ്മൾ 10 to 12 റെപ്സ് ആണ് പെർഫോം ചെയ്യുന്നത്. മൊത്തം 3 സെറ്റ്. ഈ വർക്കൗട്ടിൽ തന്നെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. ഷോൾഡറിന് ഈ 3 വർക്കൗട്ട് ചെയ്താൽ മതിയാവും. ഞാൻ പാസ്റ്റ് 2 years ആയിട്ട് ഈ ഫിറ്റ് ആണ് ഫോളോ ചെയ്യണത്.